എയ്ഡഡുകാർക്ക് എന്തുമാവാം, പൈസയുള്ളവൻ എന്തുമാകാം, പൈസയില്ലാത്ത പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിലയുമില്ല. CJP സമരത്തിന് ഫ്ലൈറ്റ് പിടിച്ചു പോയ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കാൽനടയായി വന്ന് 100 മീറ്റർ പോലും അകലത്തല്ലാതെ ഞങ്ങൾ സമരം കണ്ടിട്ടില്ല. എന്ത് നിയമം? പണ്ടത്തെ കാളവണ്ടി യുഗത്തിലെ നിയമങ്ങളാണെങ്കിൽ ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ ഓടുന്ന ഈ പുതുയുഗത്തിൽ നിയമങ്ങൾ മാറ്റി എഴുതണം. അതിനാണ് നിയമനിർമ്മാണ സഭകളുള്ളത്. ഇനി വരുന്ന ഒരു അധ്യാപകൻ, കാരണം ഇനി ഒരുപാട് അധ്യാപകർ TTCയും B.Ed ഒക്കെ പഠിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ സമരം. ഇന്നുള്ള സമൂഹത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. അഴിമതിയും തെറ്റും കണ്ടാൽ അതിനെതിരെ ചോദിക്കുക തന്നെ വേണം. കാരണം നീതിയും ധർമ്മവും പഠിപ്പിക്കേണ്ട അധ്യാപകരായ ഞങ്ങൾ തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ചൂടുക? നമസ്കാരം. LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ ജീവൻ മരണ പോരാട്ടം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇന്ന് 23-ാം ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും സംസ്ഥാന സർക്കാർ ഒരു അനുകൂലമായ നിലപാടും ഈ ഉദ്യോഗാർത്ഥികളോട് സ്വീകരിച്ചിട്ടില്ല. മുൻപ് LDF സർക്കാർ ഭരിക്കുന്ന കാലത്ത് ഇവിടെ ആശമാരുടെ സമരം നടന്നിരുന്നു. അതുകൂടാതെ CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം നടന്നിരുന്നു. ആ സമാനമായ രീതി തന്നെ നിലവിലിപ്പോൾ UDF സർക്കാർ ഭരിക്കുന്ന കാലത്തും നിലനിൽക്കുന്നു. കാരണം 23-ാം ദിവസമാണ് ഈ യുവാക്കൾ, കേരളത്തിലുള്ള യുവാക്കൾ, ഈ PSC റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെയും നമ്മുടെ സംസ്ഥാന സർക്കാർ കണ്ണു തുറന്നിട്ടില്ല. യാതൊരുവിധ അനുകൂലമായ നിലപാടും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോ ദിവസം കൂടുന്തോറും ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് 1-ാം റാങ്ക് ലഭിച്ച ഉദ്യോഗാർത്ഥികളടക്കം നിലവിലിപ്പോൾ തടിച്ചുകൂടിയിരിക്കുന്ന സാഹചര്യം. ഏകദേശം 10,000 കണക്കിന് വരുന്ന 10,000-ൽ പരം വരുന്ന ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്ത് നടപടിയാണ് അല്ലെങ്കിൽ എന്ത് നിലപാടാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇവിടെ CJP സമരം നടക്കുമ്പോൾ, ഡൽഹിയിൽ നടക്കുമ്പോൾ അവിടേക്ക് വിമാനം പിടിച്ചു പോയ നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും എല്ലാം തന്നെ വലിയ വിവാദമാവുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. നടൻ ടൊവിനോ അടക്കം CJP സമരത്തെ അനുകൂലിച്ചുകൊണ്ടും രഞ്ജിനി ഹരിദാസിനെ പോലെയുള്ള പ്രമുഖരെല്ലാം തന്നെ അവിടെ ഡൽഹിയിൽ എത്തിയിരുന്നു. അപ്പോഴും ഈ ഒരു സമരത്തെ നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ, പൊതുജനങ്ങൾ ഉൾപ്പെടെ കണ്ടില്ല എന്ന് നടിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ആ പ്രമുഖർ, അതായത് ടൊവിനോയും രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും സംസ്ഥാന സർക്കാർ ഇതുവരെയും ഈ സമരത്തെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുവാനോ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യമാണ് നിലവിലിപ്പോൾ ഇവിടെയുള്ളത്. 23 ദിവസം പിന്നിടുന്നു. എന്തെങ്കിലും തീരുമാനമായോ? നിങ്ങളും എന്നും വരുന്നതാണ്. 23 ദിവസമായിട്ടും ഇതുവരെ സർക്കാർ മുൻകൈയെടുത്ത് ഒരു പ്രതിനിധികളെയും ഞങ്ങൾ സമരപന്തലിലേക്ക് വന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴും ഞങ്ങളോട് വളരെ പുച്ഛം കലർന്ന സമീപനമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ PS-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. അവർ പറയുന്നത് ഈ വർഷവും നിങ്ങൾ കയറില്ല, അടുത്ത വർഷവും കയറില്ല, നിങ്ങളിൽ ഒരാൾ പോലും കയറിയില്ലെങ്കിലും ഞങ്ങൾ ഇനിയും പരീക്ഷകൾ നടത്തും, ഇനിയും റിസൾട്ടുകളും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യൂ. അതായത് പൊതുസമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് എയ്ഡഡുകാർക്ക് എന്തുമാവാം, പൈസയുള്ളവൻ എന്തുമാകാം, പൈസയില്ലാത്ത പഠിച്ചു വന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വിലയുമില്ല. 24-ാം തീയതി എയ്ഡഡുകാരെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണെന്നറിയോ? 10,000 അധ്യാപകരെ, 10,000 എയ്ഡഡിലെ കോഴ വാങ്ങി നിയമിച്ച അധ്യാപകരെ വിദ്യാഭ്യാസ ഒരു നിയമമുണ്ട്, ഭിന്നശേഷി 4% ഭിന്നശേഷി മാറ്റിവെക്കണമെന്ന നിയമമുണ്ട്. അത് അട്ടിമറിച്ചുകൊണ്ട് 10,000 അധ്യാപകരെ നിയമിക്കാമെങ്കിൽ ഞങ്ങൾ നാമമാത്രമായ അധ്യാപകരെ നിയമിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടില്ല. പക്ഷേ 10,000 അധ്യാപകരെ നിയമിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഫണ്ടുണ്ട്. ഇത് ഇരട്ട നീതിയാണ്. CJP സമരത്തിന് ഫ്ലൈറ്റ് പിടിച്ചു പോയ നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ കാൽനടയായി വന്ന് 100 മീറ്റർ പോലും അകലത്തല്ലാതെ ഞങ്ങൾ സമരം കണ്ടിട്ടില്ല. ഞങ്ങളിരിക്കുന്നതും വനിതകളാണ്. ഇവിടെയും 95% വനിതകൾ തന്നെയാണ്. ഈ വനിതകൾക്ക് വേണ്ടിയാണെന്ന് പറയുന്ന നമ്മുടെ ചിരിക്കുന്ന മുഖ്യമന്ത്രി ഞങ്ങളെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയിട്ടേ ഇല്ല. കഴിഞ്ഞ സമരം നടത്തിയപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഫണ്ട് തന്നവരായിരുന്നു കോൺഗ്രസ്സുകാർ. കോൺഗ്രസിൻ്റെ അധ്യാപകർ ഞങ്ങൾക്ക് വേണ്ടി ഫണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസ് സർക്കാരിനെ UDF-നെ അധികാരത്തിലേക്ക് അയറ്റിക്കഴിഞ്ഞാൽ ആദ്യ പരിഗണന നിങ്ങളുടെ ജോലിക്കായിരിക്കുമെന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ അധികാരത്തെത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ മന്ത്രിമാരുടെ അടുത്തേക്കും MLA-മാരുടെ അടുത്തേക്കും പോകുമ്പോൾ ഒരു പ്രയോജനവുമില്ല. കാരണം അവർ പറയുന്നത് ഇത് നിയമമാണ്. എന്ത് നിയമം? പണ്ടത്തെ കാളവണ്ടി യുഗത്തിലെ നിയമങ്ങളാണെങ്കിൽ ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ ഓടുന്ന ഈ പുതുയുഗത്തിൽ
നിയമങ്ങൾ മാറ്റി എഴുതണം. അതിനാണ് നിയമനിർമ്മാണ സഭകളുള്ളത്. നിയമങ്ങൾ പൊതുജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ മാറ്റി എഴുതി ഞങ്ങൾക്ക് നീതിയുള്ള നിയമനം എത്രയും പെട്ടെന്ന്, കാരണം ഈ വനിതകളെ തെരുവിൽ കിടത്താതെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞേക്കുന്ന തരത്തിലുള്ള അനുകൂലമായ അനുഭാവപരമായ നിലപാടുകൾ നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും എടുക്കണമെന്ന് തന്നെയാണ് എനിക്ക് എളിമയായി റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകണമെന്ന് ഏതെങ്കിലും മന്ത്രിമാരോ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, നിലവിൽ അങ്ങനെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഇത് ഞങ്ങൾക്ക് വേണ്ടി കേവലം ഈ ലിസ്റ്റിൽ വന്ന ഞങ്ങളായ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമല്ല ഞങ്ങൾ സമരം നടത്തുന്നത്. ഇനി വരുന്ന ഒരു അധ്യാപകൻ, കാരണം ഇനി ഒരുപാട് അധ്യാപകർ TTCയും BEdും അതായത് DLEdും BEdൊക്കെ പഠിച്ചു നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ സമരം. ഈ അധ്യാപക ജോലി സ്വപ്നം കണ്ട് ഇന്നും PSC ക്ലാസ്സുകൾ അനേകായിരം ഉദ്യോഗാർത്ഥികൾ തല പുണ്ണാക്കിക്കൊണ്ട് പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് ഈ സമരം. കാരണം ഇനി ഒരു അധ്യാപകനും ഈ തെരുവിലേക്ക് വന്ന് ഇവിടെ സമരം ചെയ്യേണ്ട ഗതികേടുണ്ടാവരുത്. നീതിയുള്ള നിയമനങ്ങൾ എന്നും പണമില്ലാത്ത സാധാരണക്കാരനും കിട്ടണം. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ PS പറഞ്ഞ വാക്കുകൾ താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ടോണിൽ നിന്ന് അടക്കം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പറയുകയാണ്, അതായത് നിങ്ങൾ ഈ സമരം ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല എന്നുള്ളതല്ലേ? അതെ, സമരങ്ങളോട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ടീമിലുള്ളതാണല്ലോ വിദ്യാഭ്യാസ മന്ത്രിയും. പക്ഷേ സമരം ചെയ്യുന്ന ഞങ്ങളോട് വളരെ പുച്ഛം കലർന്ന രീതിയിൽ അതായത് ഇത് ഞങ്ങളോട് സമരം ചെയ്യുന്ന ഞങ്ങളോടല്ല സത്യത്തിൽ പുച്ഛമുള്ളത്, പൊതുജനത്തിനോടാണ്. കാരണം അത് അവരെ ജയിപ്പിച്ച പൊതുജനത്തിനോട് പുച്ഛമാണ് അവർക്ക്. അവർ എന്ത് നീതികേടും ചെയ്യും, അത് നിങ്ങളാരാ ചോദിക്കാൻ എന്നുള്ള തരത്തിലാണ് അവർ ചോദിക്കുന്നത്. കാരണം ഇന്നുള്ള സമൂഹത്തിൽ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. അഴിമതിയും തെറ്റും കണ്ടാൽ അതിനെതിരെ ചോദിക്കുക തന്നെ വേണം. കാരണം നീതിയും ധർമ്മവും പഠിപ്പിക്കേണ്ട അധ്യാപകരായ ഞങ്ങൾ തെറ്റിനെതിരെ വിരൽ ചൂണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് ചൂടുക? കാരണം ഞങ്ങളെ മുമ്പിൽ വരുന്ന കുട്ടികളോട് നീതി, ധർമ്മം, ബോധം എന്ന് പഠിപ്പിക്കേണ്ട അധ്യാപകരായ ഞങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാനുള്ള അവകാശമില്ലേ? നാളത്തെ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അനീതിക്കെതിരെ ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഞങ്ങൾക്ക് നീതിപൂർവമായ നിയമനം തരണമെന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്. വളരെ നന്ദി പ്രതികരിച്ചതിൽ. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് ഇത്തരത്തിൽ PS വളരെ മോശമായ രീതിയിൽ ഉദ്യോഗാർത്ഥികളോട് പെരുമാറിയത് എന്നാണ് നിലവിലിപ്പോൾ ഈ ഉദ്യോഗാർത്ഥി നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് 23ാം ദിവസമാണ് LPST റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളുടെ സമരം പിന്നിടുന്നത്. ഇതിനിടയിലാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ PAയുടെ ഇത്തരത്തിലൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള PSC പരീക്ഷകൾ നടത്തും, നിയമനം നടത്തില്ല എന്ന തരത്തിലുള്ള ഒരു സംസാരമെല്ലാം തന്നെ ഉണ്ടായത്. അതായത് ഈ സമരത്തോടുള്ള പുച്ഛം തന്നെയാണ് നിലവിലിപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയും അതുകൂടാതെ നമ്മുടെ സംസ്ഥാന സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്. മുൻപ് LDF സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലായിരുന്നു ഇത്തരത്തിലുള്ള പെരുമാറ്റവും സമരങ്ങളോടുള്ള ഇത്തരത്തിലുള്ളൊരു പുച്ഛവുമെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആശാവർക്കർമാരുടെ സമരം നടന്നപ്പോൾ ഉൾപ്പെടെ ആ ഒരു സമരത്തോട് പുച്ഛമായിരുന്നു. ആ ഒരു സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു സംസാരമെല്ലാം തന്നെ ഉണ്ടായത്. അത് കൂടാതെ CPO റാങ്ക് പട്ടികയിൽ വന്ന ഉദ്യോഗാർത്ഥികളോടുള്ള സമരത്തോടും സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടെല്ലാം തന്നെ അന്ന് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ആ ഒരു നിലപാട് തന്നെയാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത്? അതായത് UDF സർക്കാർ അധികാരത്തിൽ വന്ന സമയത്തും ഉദ്യോഗാർത്ഥികളോട് ഇത്തരത്തിലുള്ളൊരു നിലപാടാണോ സ്വീകരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇത് സംസ്ഥാന സർക്കാരിനെ ഏത് രീതിയിലാണ് ബാധിക്കുക? പുഞ്ചിരിച്ചു കൊണ്ടുവന്ന വളരെ വിസ്മയം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാരാണ് ഇത്തരത്തിൽ സംസ്ഥാനത്തെ യുവാക്കളോട് അല്ലെങ്കിൽ PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് വലിയ മോശം രീതിയിലുള്ള അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ മുഖച്ഛായയെ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.